ശ്രീ ആർ വി രാജേഷ് കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ രാജേഷ്, വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉയരുന്നത്. എന്തുകൊണ്ട് ഈ ബജറ്റ് ചർച്ചയിന്മേൽ കേന്ദ്രത്തെ എതിർക്കാനോ തള്ളിപ്പറയാനോ കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം കൂടി ചേർത്ത് വെച്ചിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇപ്പോഴിതാ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. 2017 ജൂലൈ മാസത്തിലാണല്ലോ GST സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലായത്. അന്നു മുതൽ ഇന്നുവരെ കൃത്യമായ കണക്ക് AG സാക്ഷ്യപ്പെടുത്തിയ കണക്കോ മറ്റു വിവരങ്ങളോ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഇനി നൽകുകയാണെങ്കിൽ അപ്പോൾ അത് പരിഗണിക്കാം. ഇനി 2017 മുതൽ 2022 വരെയുള്ള കണക്കുകൾ നിങ്ങൾ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യൂ, എങ്കിൽ പോലും അക്കാര്യം പരിശോധിക്കാം എന്നാണ് ധനമന്ത്രി പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പിഴവിന് കേരളത്തിലെ ജനങ്ങൾ നികുതി അധികമായി നൽകേണ്ടി വരുന്ന ഒരു ഗതികേടാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായും അതാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ നടത്തിയ കാര്യങ്ങൾ അതിൽ കുറച്ചുകൂടി വ്യക്തത വരാറുണ്ട്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ GSTയുടെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു നമ്മുടെ അന്നത്തെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ തോമസ് ഐസക് ആയിരുന്നു. തോമസ് ഐസക് GST വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ പ്രചരണം നടത്തിയ ആളാണ്. കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും ഈ GST കൊണ്ടുവരുന്നതിന് സ്വാഗതം ചെയ്ത ആളാണ്. അന്ന് ശ്രീ തോമസ് ഐസക്കിനെ ഇതിൻ്റെ ചാമ്പ്യനായി മാറ്റാനൊരു കാരണമുണ്ടായിരുന്നു. വാറ്റ് വന്നപ്പോൾ, വാറ്റ് നടപ്പിലാക്കിയപ്പോൾ അന്ന് കേരളത്തിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വാറ്റിൻ്റെ കാര്യങ്ങൾ. അത് വളരെ ഭംഗിയായി കേരളം ആ കാര്യങ്ങൾ ചെയ്തു. കേരളം നികുതി പിടിച്ചെടുക്കാനൊക്കെ അതിനകത്ത് എഫക്റ്റീവായൊരു കാര്യങ്ങൾ നടന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ GST വന്നപ്പോൾ കേന്ദ്ര സോഫ്റ്റ്വെയറിലേക്ക് പോകാതെ കേരളം തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം, കേരളത്തിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ GST ഞങ്ങൾ ഭംഗിയായി നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് സംസ്ഥാന ഗവൺമെൻറ് ഒരു വലിയ ചാമ്പ്യനായി മാറിയത്. അപ്പോൾ അന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് GSTയുടെ ഈ വരുമാനം പൂർണ്ണമായും അന്തർ സംസ്ഥാന ചരക്ക് നീക്കങ്ങൾ അടക്കമുള്ളവ IGSTയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ IGSTയിലേക്ക് പോകുമ്പോൾ അവിടെ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ സംസ്ഥാന വിഹിതം വരുന്നത്. ഇവിടെ എന്താണ്, സംസ്ഥാന ഗവൺമെൻറ് എഫക്റ്റീവായുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചില്ല, IGST അക്കൗണ്ടിലേക്ക് പോകുന്ന പണം സംസ്ഥാന അക്കൗണ്ടിലേക്ക് വന്നില്ല. അങ്ങനെയാണ് പ്രതിവർഷം ഉദ്ദേശം 5000 കോടി രൂപ വെച്ച് സംസ്ഥാനത്തിന് 5 വർഷക്കാലം കൊണ്ട് 25,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി, അല്ലെങ്കിൽ കേന്ദ്ര വിഹിതം ലഭിച്ചില്ല. അവിടെ സംസ്ഥാനത്തിന് വളരെ വലിയ വീഴ്ചയാണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിന് കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാനാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ്. ഞങ്ങളാണല്ലോ ഈ ബി ജെ പി എതിർക്കാൻ വേണ്ടി ഈ രാജ്യത്ത് അതിശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ വാങ്ങിയെടുക്കുന്നതിന് അല്ലെങ്കിൽ കേന്ദ്ര വിഹിതം വാങ്ങിയെടുക്കുന്നതിന് എന്താണ് സംസ്ഥാന ഗവൺമെൻറ് ജോലി? ഈ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനകത്ത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ചെയ്യാൻ കഴിയാത്ത ഒരു സംസ്ഥാന ഗവൺമെൻറ്, അതല്ലെങ്കിൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ഒരു സംസ്ഥാന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് പറയുന്നത് കേന്ദ്രം ഇല്ല, നിങ്ങൾ എന്തിനാ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാത്തത് എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ, ന്യായമായ കാര്യത്തിലാണെങ്കിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അന്യായമായ കാര്യത്തിൽ നമുക്ക് സമരം ചെയ്യാൻ കഴിയുമോ? സംസ്ഥാന ഗവൺമെൻറ് വീഴ്ച വരുത്തിയിട്ട് നമ്മൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോയിട്ട് കാര്യമുണ്ടോ? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞിരിക്കല്ലോ, നിങ്ങൾ വീഴ്ച പരിഹരിക്കുക, നിങ്ങൾ വീഴ്ച പരിഹരിച്ചാൽ സംസ്ഥാനത്ത് കിട്ടേണ്ട വിഹിതം കിട്ടും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ ജനങ്ങളോട് നടത്തിക്കൊണ്ട് ഈ നികുതി വർധനവ് നടപ്പിലാക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നേ. ആ ഗവൺമെൻറ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ വീഴ്ച വരുത്തിയ ഒരു ഗവൺമെൻറ്, കേന്ദ്രത്തിൽ നിന്ന് അർഹമായ വിഹിതം വാങ്ങിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പോലും നടത്താതെ കേന്ദ്രത്തിൽ IGST വിഹിതത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം വാങ്ങിയെടുക്കാൻ ഇത് കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ലല്ലോ. ഇതിനകത്ത് ഇതിൻ്റെ കൃത്യമായ GST നിയമങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സംസ്ഥാന വിഹിതം എങ്ങനെയാണ് വരേണ്ടത്? ഇതിനകത്ത് ആർക്കും ആ വിഹിതങ്ങൾ തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല. സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ കൃത്യമായും IGST വിഹിതം അന്തർ സംസ്ഥാന ചരക്ക് നീക്കങ്ങൾക്ക് വിഹിതം കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി 25,000 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. ആ 25,000 കോടി കിട്ടിയാൽ ഇവിടെ ഈ 2 രൂപ സെസ് അടക്കമുള്ള ജനങ്ങളെ മെക്കിപ്പിടിയുന്ന ഈ നികുതികൾ പിൻവലിക്കാൻ കഴിയുമോ? അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത് കൃത്യമായി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുക, അതനുസരിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ട വിഹിതം വാങ്ങിയെടുക്കുക,
അതിൻ്റെ ഫലമായി സംസ്ഥാനത്ത് ഈ നികുതി കുറയ്ക്കുക. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? ഇന്നിപ്പോൾ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഞങ്ങൾ രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി KPCCയുടെ ശക്തമായ സമരമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നു, UDF-ലെ ഘടകകക്ഷികൾ എല്ലാം കഴിഞ്ഞ് UDF-ന്റെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നു. 14 ജില്ലകളിൽ ഞങ്ങൾ സമരം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. അപ്പം ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു, നിയമസഭയിൽ പച്ചക്കള്ളം പറയുകയായിരുന്നു, നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണമാണ്, ജനങ്ങളെ ഞെക്കിപ്പിഴിയാനല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായം പറയുന്ന സംസ്ഥാന ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം.